CAA NRC കരിനിയമങ്ങൾക്കെതിരെ സാഹോദര്യ പ്രസ്ഥാനം കൺവെൻഷൻ സംഘടിപ്പിച്ചു. എടവനക്കാട് സാഹോദര്യ നഗറിൽ നടന്ന കൺവെൻഷൻ നാഷണൽ ജുഡീഷ്യൽ മുൻ ഡയറക്ടർ പ്രൊഫസർ G. മോഹൻ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചു, രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബത്തിന് പോലും ഒരു നിരീക്ഷണത്തിൽ കൊണ്ടുവന്ന് അവർ ഭാരതീയ ഇന്ത്യൻസ് ആണോ അല്ലയോ എന്ന് ചോദ്യം ചെയ്തു എന്ന് പത്രത്തിൽ വാർത്തകളൊക്കെ വന്നു. പക്ഷെ അപ്രതീക്ഷിതമായി നോക്കിയപ്പോൾ മുസ്ലിംസ് മാത്രമല്ലായിരുന്നു, വലിയ തോതിൽ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. ഈ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്ന കൂട്ടത്തിൽ അന്ന് നിലവിലുള്ള ഒരു നിയമം അനുസരിച്ച് ഇല്ലീഗൽ മൈഗ്രന്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ തുടരാൻ പറ്റില്ല. ഉടനെ അറസ്റ്റ് ചെയ്ത് ഡിറ്റൻഷൻ ക്യാമ്പിലാക്കും. ഇല്ലീഗൽ മൈഗ്രന്റ് എന്ന് വെച്ചാൽ ഇന്ത്യൻ അല്ല, മറ്റൊരു രാജ്യത്തിന്റെ പാസ്പോർട്ടോ ഇന്ത്യ ആ പാസ്പോർട്ടിൽ കൊടുത്ത വീസയോ ഇല്ലാത്ത ആൾക്കാരാണ് ഇല്ലീഗൽ മൈഗ്രൻസ്. ഇന്ത്യൻ പൗരനോ അല്ല, മറ്റൊരു രാജ്യത്തിന്റെ പാസ്പോർട്ടും അതിൽ വേണ്ട വീസയും ഇല്ലാത്ത ആൾക്കാരാണ് ഇല്ലീഗൽ മൈഗ്രൻസ്. അപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് ആ നിയമം ഇംപ്ലിമെന്റ് ചെയ്തിരുന്നെങ്കിൽ കുറെ മുസ്ലിംസിനെ മാത്രമല്ല കുറെ ഹിന്ദുസിനെയും പുറന്തള്ളേണ്ടി വരും എന്നുള്ളൊരു പരിസ്ഥിതി ഉണ്ടാവുന്നു. അപ്പോൾ ഒരു ഡിമാൻഡ് വരുന്നു. അപ്പോൾ പെട്ടെന്ന് NRCയുടെ ഒരു കുറച്ചുകൂടെ സങ്കീർണമായി. മറ്റേത് വെറുതെ ഇത് ഇൻഫിൽട്രേഷൻ വലിയ തോതിൽ ഉണ്ടാവുന്നു. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മുസ്ലിംസാണ്, അവരെ ഐഡന്റിഫൈ ചെയ്യണം, അവരെ തിരിച്ചയക്കണം എന്നൊക്കെയുള്ളൊരു ഡിമാൻഡ് വന്നപ്പോൾ അപ്രതീക്ഷിതമായി വരുന്നത് എന്താണ്, ബംഗ്ലാദേശിൽ നിന്ന് കുറേ ഹിന്ദുക്കളും വന്നിരിക്കുകയാണ്. അവരെ ഇങ്ങനെ തിരിച്ചയക്കും. അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് വരുന്നത്. ആ ആക്ടിൽ 3 രാജ്യങ്ങളിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ അവിടെ നിന്ന് വരുന്ന 6 മതങ്ങളിൽപ്പെടുന്ന ഇല്ലീഗൽ മൈഗ്രൻസ് 2014 മുമ്പ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനെ സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള ഒരു നിയമം കൊണ്ടുവരുന്നു. ആ മതങ്ങൾ നമുക്കറിയാം, ഹിന്ദു, ക്രിസ്ത്യൻ, പാർസി, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, ഈ മതങ്ങളാണ്. ഈ മതങ്ങളിൽപ്പെട്ട ഇല്ലീഗൽ മൈഗ്രൻസിന് സിറ്റിസൺഷിപ്പ് കൊടുക്കാം എന്നുള്ള നിയമമാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ പരിണാമം എന്താണ്? ഈ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള മുസ്ലിംസിനെ മാത്രം വേർതിരിച്ച്, മുസ്ലിംസിനല്ല, ഈ 6 മതങ്ങളിൽ പെടാത്തവരെ, പക്ഷെ മുസ്ലിംസിനെ വേർതിരിച്ച് അവരെ ഇല്ലീഗൽ മൈഗ്രൻസ് ആക്കി തന്നെ വെച്ച് അവരെ ഡിറ്റൻഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി പുറന്തള്ളുന്നു. മീഡിയ 1 അക്കാദമിക് പ്രിൻസിപ്പൽ ഡോക്ടർ PK സാദിഖ്, എഴുത്തുകാരനും ചിന്തകനുമായ KK ബാബുരാജ്, KLCA രൂപതാ സെക്രട്ടറി ബേസിൽ മുഖത്ത്, സാഹോദര്യ പ്രസ്ഥാനം ചെയർമാൻ സുദേശ് M. രഘു തുടങ്ങിയവർ പ്രസംഗിച്ചു.